ഹിമാചൽ പ്രദേശിലെ സുജാൻപൂരിലെ തേര പട്ടണത്തിൽ ഒരു വലിയ പ്രതിഷേധം ഹിന്ദു സംഘടനകളുടെ ഭാഗമായിട്ട് നടക്കുകയാണ്. എന്തിനാണ് ആ പ്രതിഷേധം എന്നല്ലേ, ഒരു പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. മുസ്ലിം പള്ളിക്ക് സമീപം ശ്രീ മഹാറാണ പ്രതാപിൻ്റെ പ്രതിമ സ്ഥാപിക്കരുത് എന്നാണ് അവിടെയുള്ള മുസ്ലിം പള്ളി കമ്മിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത്. എന്നാൽ ഇത് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു സംഘടനകളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നത്. വാർഡ് നമ്പർ 4 പള്ളിക്ക് പുറത്ത്, അതായത് പള്ളിയുടെ സമീപം എന്ന് പറയുമ്പോൾ പള്ളിക്ക് പുറത്ത് ഒരു പാർക്കുണ്ട്. ആ പാർക്കിലാണ് മഹാറാണ പ്രതാപിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാനായി ഇവർ ഒരുങ്ങുന്നത്. എന്നാൽ ആ പാർക്കിൽ പ്രതിമ സ്ഥാപിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പള്ളി കമ്മിറ്റിക്കാർ രംഗത്തെത്തിയത്. മഹാറാണ പ്രതാപിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കരുത്. മുസ്ലിം പ്രതിനിധി സംഘം ഹാമിർപൂർ ഭരണകൂടത്തിന് ഒരു മെമ്മോറാണ്ടം ഇതിനെ തുടർന്ന് സമർപ്പിക്കുകയുണ്ടായി. ആ മെമ്മോറാണ്ടം അവിടെ എത്തിയതിനെ തുടർന്ന് ഈ സംഭവം കൂടുതൽ പൊളിറ്റിക്കലി ശ്രദ്ധ നേടാൻ തുടങ്ങി. ഇതേ തുടർന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തി ഈ തീരുമാനത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ല എന്ന് അറിയിക്കുകയാണ്. അതായത് പ്രതിമ അവിടെ തന്നെ സ്ഥാപിക്കും എന്ന് പറയുകയാണ്. പോരാത്തതിന് ഭരണകൂടത്തിനും ഇവർ നിർദ്ദേശം നൽകുന്നു. ഈ ഭരണകൂടം ഇതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകരുത് എന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത്. സംഭവങ്ങളിൽ കടുത്ത പ്രതിഷേധം തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോട് വിഷയം എന്താണ് എന്ന് പരിശോധിക്കാനായി ഉത്തരവിടുന്നു. ഈ പരിശോധിക്കാനായി ഉത്തരവിടുന്നതിന് പിന്നാലെ പള്ളിയിലടക്കം പരിശോധന വരും എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ പള്ളിയും പാർക്കും തമ്മിൽ എത്ര ദൂരമുണ്ട്, പള്ളി ഇരിക്കുന്ന ഭൂമി, ഇതെല്ലാം പരിശോധിക്കും എന്നുള്ള രീതിയിലേക്ക് വിഷയം വരുന്നതിനെ തുടർന്ന് തന്നെ ഉടനെ തന്നെ മുസ്ലിമിലെ എന്ന് പറഞ്ഞാൽ പരിശോധിക്കാൻ പറഞ്ഞതോടെ മുസ്ലിം സുധാൻ സഭ എന്ന് പറഞ്ഞൊരു സഭയുണ്ട്. ഈ സഭയുടെ തലവനായിട്ടുള്ള നിസാമുദ്ദീനും കമ്മിറ്റി അംഗങ്ങളും ബുധനാഴ്ച ഈ ഭരണകൂടത്തിൻ്റെ ഓഫീസിലെത്തിയിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല അവിടെ പ്രതിമ സ്ഥാപിക്കുന്നതിൽ എന്ന് ഒരു കത്ത് കൊടുക്കുന്നു. ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല, ഈ പ്രതിമ സ്ഥാപിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന നിരവധി മുസ്ലിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞുള്ള കത്താണ് ഇദ്ദേഹം കൊടുക്കുന്നത്. പോരാത്തതിന് മഹാറാണ പ്രതാപ് എന്ന് പറയുന്ന വീരയോദ്ധാവിനെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്യുന്നു. ബുധനാഴ്ച ഓഫീസിലെത്തിയ ശേഷമാണ് അദ്ദേഹം ഇത് ചെയ്തത്. 2 സമുദായങ്ങൾക്കും സമാധാനപരമായി ഇവിടെ ജീവിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോരാത്തതിന് പ്രതിമയെ എതിർക്കുന്ന അപേക്ഷ പിൻവലിക്കുമെന്ന് ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. അതായത് കമ്മിറ്റി അംഗങ്ങൾ പിൻവലിക്കുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ഇത്തരത്തിലുള്ള പരിശോധനയൊന്നും വേണ്ട എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രി മുസ്ലിം പ്രതിനിധി സംഘം ജില്ലാ ഭരണകൂടത്തിന് അവരുടെ മെമ്മോ സമർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോയാണ് വ്യാപകമായി പ്രചരിച്ചത്. അടുത്ത ദിവസമാണ് പൗരസമിതി അംഗീകരിച്ച സ്ഥലത്ത് പ്രതിമ സ്ഥാപിക്കുമെന്ന് VHP അറിയിച്ചത്. എന്തായാലും ഇന്ത്യൻ യോദ്ധാവ് മഹാറാണ പ്രതാപിൻ്റെ പ്രതിമ പള്ളിക്ക് മുന്നിൽ സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്നതിന് ഒരു ന്യായീകരണവും ഇല്ല, അത് അവിടെ സ്ഥാപിക്കാം എന്നാണ് അതിനുശേഷം മുസ്ലിം നേതാക്കൾ പറഞ്ഞത്. ഹിന്ദു വിരുദ്ധ വികാരങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് VHPയുടെ സംസ്ഥാന വിഭാഗം ഡെപ്യൂട്ടി സെക്രട്ടറി പഞ്ചക് ഭാരതിയോട് ഇവർ അപേക്ഷിക്കുന്നതായും പറഞ്ഞിട്ടുണ്ട്. അംഗീകൃത സ്ഥലത്ത് പ്രതിമ സ്ഥാപിക്കാൻ ഹിന്ദു സമൂഹം ഒന്നിക്കണമെന്ന് ഭാരതീയ ഈ ഹിന്ദു ധർമ്മ പരിഷത്ത് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും താല്പര്യാർത്ഥം പ്രതിമ സ്ഥാപിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ മുസ്ലിങ്ങളായ ഞങ്ങളും എത്താം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ അവസാനം പിരിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.